ഹലോ, അപ്പോൾ ലൈഫ് ഓഫ് ഷെഹാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്ടടയും കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കോഫി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആൾക്ക് കോഫിയാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ ചായ ഒഴിവാക്കി കോഫി എടുക്കുന്നത്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടി ചൂടായോ എന്നറിയാനായിട്ട് ഇതെൻ്റെ ഉമ്മയും കാണിക്കുന്ന ടെക്നിക്കാണ്. അരി വറുത്ത് ആ ഒരു പൊരിയാവണ ടൈം, അതാണ് ആ ചട്ടിയുടെ ചൂടിൻ്റെ പാകം എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടട വലിയ കാര്യത്തിൽ റെഡിയായൊന്നുമില്ല. അതിൽ ഓട്ട മാത്രം വന്നില്ല, ഫ്ലോപ്പായിപ്പോയി. അട മാത്രം ഉണ്ടായി. അപ്പോൾ ഇവർ മദ്രസയിൽ പോകാൻ റെഡിയായപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാരയായിരുന്നു ഓട്ടടയുടെ കൂടെ നമ്മൾ കഴിക്കണത്. മക്കൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഓട്ടട. അപ്പോൾ ഇന്നൂക്ക് ഒരു ഓട്ടട കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞുള്ള പരാതിയാണ് നീ കേൾക്കണത്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഒന്ന് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. ഇതെന്താ എത്ര ഇഷ്ടത്തിൽ കഴിക്കണത്? പുട്ടാണെങ്കിലോ? പുട്ടാണെങ്കിൽ കഴിക്കോ ഇസ? ചപ്പാത്തി അഭിപ്രായം ഒന്ന് പറയൂ. കൊളായില്ലേ? അഭിപ്രായം പറയൂ. എങ്ങനെയുണ്ട് അഭിപ്രായം പറയുന്നു? ഇപ്പൊ ടൈം എത്രയെന്ന് അറിയോ? 9 മണിക്കാ മദ്രസ, 9:10. ഉസ്താദ് ഇപ്പം ഇങ്ങോട്ട് വരും, വേഗം കഴിച്ചു. ഇവിടെ ഞങ്ങൾക്കൊരു ബേബി ഉണ്ട്. ബേബിനെ എപ്പോഴും പല്ലേപ്പിക്കണം അല്ലേ മോ? ഹലോ മാഡം, ഒന്ന് വേഗം കഴിക്കോ? ടൈം ലേറ്റായി മദ്രസയിൽ പോവാൻ. നീ വരുത്തട്ടെ? റെഡിയായി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഫിലോപ്പിയാണ് മുളക് ചാറ് വെക്കാൻ പോണത്. പുതിയ ചട്ടി വാങ്ങിയതായിരുന്നു, ആ ചേച്ചീനെ പറ്റിച്ചതായിരുന്നു. ആ ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. കൂടെ വേറെ ദോശ ചുടനുണ്ട്, ഒരു ഭാഗത്ത് കൂടി ദോശമാവ് ഉണ്ടായിരുന്നു. ആരോ കഴിക്കാൻ വേണ്ടി അവിടെ ഇസ്രണ ചുടനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൈൽ ഓഫ് മുളക് ചാറ് വയ്ക്കണത്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ വേറെ ടൈപ്പായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുളക് ചാറ് വെക്കുന്നത്. ജസ്റ്റ് ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കൂടി അരച്ച് ഒക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കൂടി ചോറ് വെക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യണത്? സൗന്ദര്യോ? പൗഡർ ഇട്ടിട്ടാ സൗന്ദര്യം വെക്കണത്? ആ ഇന്നു ഉമ്മയും എമ്മിനായിട്ട് പോണേണ്. എമ്മിക്ക് ഡാൻസ് പ്രാക്ടീസ്. ഗുഡ് ഗേൾ ആയിട്ട് ഇരിക്കണം. നിന്നെ തീരെ വിശ്വാസമില്ല. ഗുഡ് ഗേൾ ആയിരിക്കൂലേ? ഇമ്മു ഉമ്മി പോയിട്ട് വരാം. എപ്പോഴും ഇങ്ങനെ നിൽക്കണ്ട, പിള്ളേരെ കരയിപ്പിക്കും. ഇസാനോട് ഉമ്മി പോയിട്ട് വരാം. അപ്പോൾ ഞാനും ഇസ്രയും കൂടി ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇസ്രക്ക് നമ്മൾ യൂബർ ഓട്ടോ വിളിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുക്കുവായിരുന്നു ഇസ്രക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. കുക്കുവും ദീപയും കൂടിയായിരുന്നു ഡാൻസ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങിയപ്പോൾ ഇസ്രക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് നമ്മൾ 2 പേരുണ്ടെങ്കിലും ഒരു പീസ് കേക്കേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 240 റുപ്പീസായിരുന്നു ആ ഒരു പീസ് ചീസ് കേക്കിന് ഉണ്ടായിരുന്നത്. എല്ലാം അത്യാവശ്യം നല്ല പ്രീമിയം റേറ്റിലുള്ള കേക്ക്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും വാങ്ങിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറ്റൂല. അതുകൊണ്ട് അവർക്ക് മിൽക്ക് കേക്ക് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അപ്പോൾ എന്ത് വാങ്ങിയാലും നമ്മൾ ഒരു പീസാണെങ്കിൽ പോലും അതെല്ലാവരും കൂടി ഷെയർ ചെയ്തേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ മിൽക്ക് കേക്ക് കിട്ടിയപ്പോഴാണെങ്കിലും നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഇവർ 3 പേരും നല്ല എക്സ്പ്രഷൻ ക്വീൻസാണ്. എന്ത് കൊടുത്താലും അത് എക്സ്പ്രഷൻ ചെയ്ത് കാട്ടും ടേസ്റ്റ് ഉള്ളത്. ഇങ്ങനെയുണ്ട് ഇന്നു. അപ്പോൾ ഗയ്സ് ഇതൊക്കെയാണ് എൻ്റെ ആക്സസറീസ്. നമ്മുടെ സ്വന്തം എണ്ണയാണ്. ഇതും അതെ, ഒരു കെമിക്കൽസും ഇല്ല എണ്ണയിൽ. ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കണത്. കാരണം സ്കൂള്, മദ്രസ, ട്യൂഷൻ, ഡാൻസ് ക്ലാസ് കാരണം ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എണ്ണ തേച്ച് കുളിക്കണ ദിവസമായിരുന്നേ. മോളെ എന്താ പരിപാടി? ചോറും കറിയും ഉണ്ടാക്കി. ആണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ ചോറും കറിയും. ഇവിടെ ചോറും കറിയും
ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇത് കറി ചോറ് കറി. മിക്സ് ആണല്ലേ? ആ ഓക്കെ. നീ മാത്രമേ ഉള്ളൂ ഈ ഫുഡ് ഉണ്ടാക്കണതിൽ? വേറെ ആരെങ്കിലും? ആരാണ് വെള്ളമൊക്കെ എടുത്തു തന്നത്? ഇന്ന് അപ്പൊ ഇന്നും നമ്മൾ സൈക്കിൾ വീഡിയോ ആയിട്ട് വന്നു. സൈക്കിൾ ഓട്ടാൻ പോണേല് ബാക്കില് സൈക്കിൾ ഓട്ടാൻ പോണ സമയത്ത് 6 കഴിഞ്ഞ്. ഇതിന്റെ പറ്റിയ കേരള അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങളെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.